അതെ, ഒരേ ഒരാളുടെ വിശ്വാസത്തിന്റെ പുറത്തിലാണ് ഞാൻ വണ്ടി വിട്ടിരുന്നത്. നിങ്ങളുടെ വാർഡൻ റീനാമ. റീന മാം? ആ പാവ സ്ത്രീ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വണ്ടി വിട്ടിരുന്നത്. വണ്ടി വിട്ടു തരുന്നതിന് നിങ്ങളുടെ വാർഡനാണ് ഗ്യാരണ്ടർ. അതെ, ഇനി ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ വാർഡനും മക്കളും ഒരുമിച്ച് അകത്തു പോകും. വണ്ടി എടുക്കണോ? അപ്പോ റീനാമ്മ വന്നത് നമുക്ക് വേണ്ടിയായിരുന്നോ? ഞാൻ വെറുതെ റീനാമ്മയെ സംശയിച്ചു. താങ്ക് യു മാം. മാം ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുമെന്ന് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല. മാമിന് ഞങ്ങളോട് ഇത്രയും ഇഷ്ടമുണ്ടെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായേ. ഞാൻ ഇവിടെ വന്ന് നിങ്ങളുടെ വണ്ടി തിരികെ വാങ്ങി തന്നത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ല. നിങ്ങൾക്കൊരു പോലീസ് കേസ് ഉണ്ടായ അതിന്റെ നാണക്കേട് എന്റെ ഹോസ്റ്റലിന്. ആ ചീത്തപ്പേര് ഒഴിവാക്കേണ്ടത് എന്റെയും കൂടി ആവശ്യമാണല്ലോ. ഇത് രണ്ടാമത്തെ തവണയാ നിങ്ങൾ കാരണം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. ഇനി ഈ വണ്ടിയുമായി കറങ്ങി നടന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞ അഞ്ജലിയെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കും. ഓർത്തു? റീനാമ്മ നമ്മൾ വിചാരിച്ച പോലല്ലോ, ഒരു സംഭവം തന്നെ. അവര് സംഭവമല്ലോ, ഒരു വലിയ കഥയാ. എന്തായാലും നമുക്ക് വണ്ടി കിട്ടിയല്ലോ. എന്തായാലും നമുക്ക് ഈ സന്തോഷം ഒന്ന് ആഘോഷിക്കണം. ഇതെന്താ, അവര് മുറി പൂട്ടാതെയാണോ പോയത്? മുറി പൂട്ടാൻ മറന്നുപോയതായിരിക്കും. എന്തായാലും നന്നായി. ഇപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. ഇവിടെ ആരും ഇല്ലല്ലോ. നല്ല വിശപ്പും. ഒന്ന് കാര്യമായിട്ട് കഴിക്കാൻ എന്താ ഒരു വഴി? കണ്ട കുഴപ്പമാവല്ലോ. എന്തു അടി വഴി കയറി നിൽക്കുന്നെ? ഞങ്ങൾ വരുമ്പോ വഴി മാറി നിൽക്കണോന്ന് അറിഞ്ഞൂടെ? ഇവക്കെന്താ ഒരു ജാട? ഇവളേതാ? പുതിയ പിള്ളേരായിരിക്കും. ഓ ഡി അവിടെ നിൽക്ക്. ഈശ്വര, നിന്നാ കുഴപ്പമാവോ? വിട്ടേക്കാം. നിക്കണ്ട. ഇവൾ വിട്ടേരെ. പാവം പിടിച്ചാന്ന് തോന്നുന്നു. പേടിച്ചു കാണും. പിന്നെ നോക്കാം. വാ. ഒന്നുമില്ലേ? വെറും പാത്രം. വിശക്കുകയും ചെയ്യുന്നു. നല്ല പൊരിപ്പിന്റെ മണം. പന്ത്രണ്ട്. വെള്ളമെങ്കിൽ വെള്ളം. ആരെങ്കിലും കാണൂ?